എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പം ബിഗ് ബോസ് അഗ്നിപരീക്ഷ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പം ബിഗ് ബോസ് അഗ്നിപരീക്ഷ ഇപ്പോൾ 10ാമത്തെ എപ്പിസോഡായിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിനകത്ത് ആരെങ്കിലുമൊക്കെ പോകുമെന്നൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മൾ കാണാനായിട്ടിരുന്നത്. പക്ഷേ ആരും പോയിട്ടില്ല. എല്ലാവരും 12 പേരും അവിടെ തന്നെയുണ്ട്. ആ 12 പേരൊന്നും ഇനി അതിനകത്തുനിന്ന് ആൾക്കാർ പോകും. പക്ഷേ ഇന്ന് എന്നാണേലും ആരെയും പുറത്താക്കിയിട്ടില്ല. എല്ലാവരും അതിനകത്തൊക്കെ തന്നെയുണ്ട്. അപ്പം നമ്മുടെ അങ്ങനെ അഗ്നിപരീക്ഷ ബിഗ് ബോസ് തുടങ്ങുകയാണ്. അപ്പം അതിലേക്ക് ആദ്യമേ മത്സരാർത്ഥികളെല്ലാം വന്നിങ്ങനെ ഈ പ്രാവശ്യം ഒട്ടി കിട്ടേണ്ടവരെയൊക്കെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ച് പിന്നെ റെനീഷയും മത്സരാർത്ഥികളും കൂടെ ഒക്കെ വന്ന് ഒന്നിച്ചൊരു വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം മത്സരാർത്ഥികളെല്ലാം അവരവരുടെ സ്ഥലത്തൊക്കെ പോയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ജഡ്ജസ് വന്ന് അഖിൽമാരാണ്, റിയാസ്, രഞ്ജിനി, ഹരിദാസ് എല്ലാം വന്ന്. ഈ രഞ്ജിനിയുടെ ചില സമയത്ത് ചിരി കേൾക്കുമ്പോഴല്ല നമുക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ ഒന്നും ഒരു വല്ലാത്തൊരു ചിരിയാണ്. അങ്ങനെ രഞ്ജിനിയും വന്നു, എല്ലാവരും വന്നു. പിന്നെ റെനീഷ ഓരോ ടാസ്ക് ആദ്യത്തെ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ടാസ്ക് എന്ന് പറയാൻ പറ്റത്തില്ല. ഇവർക്ക് 2 ഇമോജിയാണ് കൊടുക്കുന്നത്. ഒന്ന് ഒരു ലവിൻ്റെ ഇതും പിന്നെ ഒന്ന് ഛർദ്ദിക്കുന്ന ഒരു ഒമിറ്റ് ചെയ്യുന്ന ഒരു ഇമോജിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒമിറ്റ് ചെയ്യുന്ന ഇമോജി നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്ക് ഉടുപ്പേ കുത്തി കൊടുക്കണം. ഈ കിസിൻ്റെ ഇമോജിയാണൊന്ന്, അത് ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം വന്ന പൂജയാണ്. പൂജ ആദ്യം തന്നെ ശ്യാമിനെ പിടിച്ചു. ശ്യാം ഒരു ബിഗ് ബോസ് പറ്റിയൊരു മെറ്റീരിയൽ അല്ല, ശ്യാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ശ്യാമൊക്കെ ഉറങ്ങിക്കിടന്ന ആളാണ് കേട്ടോ. ഇന്നത്തെ ഇതിനകത്ത് നല്ല ആക്റ്റീവായിട്ടൊക്കെ നല്ലതായിട്ട് നിൽക്കുന്നത്. ശ്യാമിനെ ഇതിനകത്ത് കണ്ടിട്ടില്ല, എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഈ പൂജ പറയുന്നുണ്ട്. പൂജ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഓരോന്നും ശ്യാം ആദ്യമേ വന്നപ്പോൾ എനിക്കൊന്ന് കീയുടെ വിഷയം തൊട്ടൊക്കെ പൂജ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അതുപോലെ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ മറിച്ചത് ശ്യാമിനെ ശരിക്കും അങ്ങ് ഇതാക്കി. പിന്നെ പൂജയ്ക്ക് ഇഷ്ടപ്പെട്ട ആളായിട്ട് വിളിച്ചത് ഷിബിനെയാണ് വിളിച്ചത്. പുള്ളിക്കാരിയെ പറ്റി ഒരുപാട് പോസിറ്റീവായുള്ള കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പോയി. പിന്നെ അടുത്തത് അവിടെ നിന്ന് ആരെയാണ് ഇഷ്ടമില്ലാത്തതെന്ന് വിളിക്കുന്നത് ശ്യാമായിരുന്നു. ശ്യാമിനെ വിളിച്ചപ്പം ശ്യാം അവിടെ നിന്ന് വെച്ചൊരു പൂജയ്ക്ക് പോകാൻ പറഞ്ഞിട്ട് പൂജയ്ക്ക് വരാൻ പറഞ്ഞു. ശ്യാം പൂജയും വിളിച്ചു, എൽദോയും വിളിച്ചു. ഈ പൂജ വന്നത് ശ്യാമ് പൂജനെ നല്ല സപ്പോർട്ട് ചെയ്തങ്ങ് പറഞ്ഞു. അവിടെയാണ് ശ്യാമിൻ്റെ ബുദ്ധി പ്രവർത്തിച്ചേക്കുന്നത്. കാര്യം എന്നാന്ന് വെച്ചാൽ പൂജ ശ്യാമിനെ അത്രയും ഇതായിട്ട് പറഞ്ഞിട്ടും പൂജനെ ഇഷ്ടമാണെന്ന് ശ്യാം പറയുമ്പോഴത്തേക്ക് എങ്ങനെ നമ്മൾ മലയാളികൾ പൊതുവേ കണ്ടോ, ആ പയ്യൻ അവളത്രയും പറഞ്ഞിട്ടും ആ പയ്യൻ അങ്ങനെ പിണക്കമൊന്നുമില്ല, അവൻ ഇഷ്ടം പൂജയാന്ന് പറഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഓട്ട് എങ്ങോട്ട് പോകും? ശ്യാമിലേക്ക് പോകും. ശ്യാം അവിടെ ബുദ്ധിപൂർവ്വം തന്നെയാണ് കളിച്ചേക്കുന്നത്. ശ്യാം പറഞ്ഞ് പൂജ ചേച്ചി എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയെല്ലാം പറഞ്ഞ് ഭയങ്കര ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് പൂജ പെട്ടെന്ന് ആദ്യം പറഞ്ഞ പ്ലേറ്റ് തിരിച്ചു വെച്ചു. അത് നമുക്കൊന്ന് കാണാം. ഒരു തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഇപ്പൊ ഞാൻ എന്നെ മനസ്സ് മാറ്റുന്നത് ഇത്രയും നല്ലൊരു മനുഷ്യനായതുകൊണ്ട് സത്യം പറഞ്ഞ ബെസ്റ്റ്. എത്ര പെട്ടെന്ന് കുറച്ച് മുമ്പേ വരെ ഒട്ടും ഇഷ്ടമില്ല, പന്ന സ്വഭാവമാണ്, ഒരു ബിഗ് ബോസിന് പറ്റിയൊരു മെറ്റീരിയൽ അല്ല എന്ന് വരെ പറഞ്ഞൊരു വ്യക്തി തന്നെ സപ്പോർട്ട് ചെയ്ത ഒരാൾ പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അത് തിരുത്തി പറഞ്ഞു. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. പൂജയ്ക്ക് പറയായിരുന്നു അവൻ എന്നെ ഇഷ്ടമാണെങ്കിൽ അത് ഓക്കെ സമ്മതിക്കുന്നു, പക്ഷേ ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും അതുപോലെ തന്നെ നിൽക്കുന്നു, എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് പറയാം. അപ്പം ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ മത്സരാർത്ഥികൾ അവിടെയുള്ള 12 പേര് പോലും പരസ്പരം മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അവർക്ക് പോലും പരസ്പരം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അതുപോലെയാണ് ഇവർ ഗെയിം കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം പൂജ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് റിയാസും രഞ്ജിനി ഞെട്ടിപ്പോയി. നമുക്ക് അതും ഒന്ന് കാണാം. പെട്ടെന്ന് അവിടെ നിന്ന് ശ്യാമം കാണിക്കുന്നുണ്ട്, പെട്ടെന്ന് തിരിഞ്ഞു മറിഞ്ഞു എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പം ഇതിന് അഖിൽമാരൊരു കാര്യം പറയുന്നുണ്ട്, അത് കറക്റ്റാണ്. അത് പക്ഷെ മൊത്തം പെണ്ണുങ്ങളെ അടച്ചൊന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ല. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയല്ല. ഒരു പുരുഷൻ നല്ലൊരു പണി തന്നിട്ടുണ്ടെങ്കിൽ അത് മറക്കാത്ത പെണ്ണുങ്ങളും ഉണ്ട്. ചിലരെന്ന് പറയുമ്പം ചിലർക്ക് പെട്ടെന്ന് സിമ്പതിയാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്നാൽ പോട്ടെ, നമ്മൾ അനുഭവിച്ചത് മാറ്റി നിർത്തി അവരോട് നമ്മൾ സ്നേഹം കാണിക്കാറുണ്ട്. അങ്ങനെയും ഉണ്ട്. ഇത് അഖിൽമാരാർ പറയുന്നൊരു കാര്യമുണ്ട്. നാട്ടിൽ ഒരുപാട് പെൺകുട്ടികൾക്ക് പറ്റുന്നൊരു വലിയ അപകടമാണ് പൂജ ഇപ്പൊ കാണിച്ചത്. കാര്യം ഒരുത്തൻ എത്ര ചതിയനാണെന്ന് തെമ്മാടിയാണെന്ന് എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാലും ഒറ്റ ചിരിയിൽ അത് മറക്കുന്നു. അതാണ് പറഞ്ഞത്. ശരിയാണ്, എത്ര തെമ്മാടിയും എത്ര മോശക്കാരനാന്ന് പറഞ്ഞാലും അവർ നമ്മൾ സോറി പറഞ്ഞ് ചിരിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്ത ചതിയും മറക്കും, അവർ ചെയ്ത കാര്യങ്ങളും മറക്കും. അതാണ് പൂജയിൽ അഖിൽമാരാർ പറഞ്ഞത്. പക്ഷേ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയല്ല കേട്ടോ. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ മറക്കുന്നവരൊന്നുമല്ല. ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ പൂജേനെ ഇഷ്ടമാണെന്ന് എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞേച്ച് ശ്യാം പറയുന്നത് എൽദോയുടെ കാര്യമാണ് കേട്ടോ. എൽദോനെ ശരിക്കും അങ്ങ്
ശ്യാം ഇതാക്കുന്നുണ്ട്. ശ്യാം പറയുന്നുണ്ട് ഇത് ഫേക്ക് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, ഇങ്ങനല്ല, ഞങ്ങളൊരു നാട്ടുകാരനാണ്. പക്ഷെങ്കിൽ അന്നേരം രഞ്ജിനി ചോദിക്കുന്നുണ്ട് നീ അപ്പം നേരിട്ട് അറിയുമോ? ഇല്ല, നേരിട്ട് അറിയത്തില്ല, ഒരു നാട്ടുകാരെ നേരിട്ട് അറിയത്തില്ല, ഇവിടെ വന്നുള്ള പരിചയമുള്ളൂ. പുള്ളിയോട് ചോദിക്കുന്നതിന് മറുപടിയല്ല പുള്ളി പലപ്പോഴും പറഞ്ഞത് ഹായ് എൽദോ ചേട്ടാ എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളി വേറെയാണ് പറയുന്നത്. പുള്ളീനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ ഇന്നതാണ് മറ്റാണ് മറിച്ചത്, അതൊക്കെയാണ് ബിഗ് ബോസ് തന്നെ. നമ്മളെ സ്വയം മറ്റുള്ളവരേക്ക് നമ്മളെ ഇതാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ പക്ഷേ ശ്യാം ശരിക്കും എൽദോ പക്ക ഫേക്കാന്ന് പറഞ്ഞ് നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ രഞ്ജിനി പറയുന്നുണ്ട്, റിയാസും രഞ്ജിനിയൊക്കെ ചോദിക്കുന്നുണ്ട് ഒരാൾ സംസാരിക്കുന്ന രീതി വെച്ച് അവരെ നമുക്ക് ഫേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, അതൊരു പക്ഷേ ആ മനുഷ്യൻ്റെ രീതിയായിരിക്കാം എന്നൊക്കെ അപ്പോൾ പറഞ്ഞ് അങ്ങനെയല്ല ഇയാൾ എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് രഞ്ജിനിയോ തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ജനിച്ചപ്പോഴേ ഇങ്ങനെ ആയിരുന്നു സംസാരിക്കുന്നതെന്ന്. ജനിച്ചപ്പോഴേ എങ്ങനെയാണോ സംസാരിക്കുന്നത് വെച്ചാൽ രഞ്ജിനി ജനിച്ചപ്പോഴേ എങ്ങനെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്? അതൊരു ചോദ്യം അങ്ങോട്ടും അല്ലേ? ഇത് ഞാൻ ചോദിച്ചതാണ് കേട്ടോ, അല്ലാതെ എന്തോ ചോദിച്ചതല്ല. രഞ്ജിനി ജനിച്ചപ്പോഴേ ഇങ്ങനെ എപ്പോഴും ഉരുളക്കിഴങ്ങ് തൊണ്ടയിലിട്ട് ചൂടുരുളക്കിഴങ്ങിട്ട് അതുപോലെയുള്ള രഞ്ജിനിയുടെ സംസാരം ചില സമയത്ത് നമുക്ക് പറയുന്ന പോലും മനസ്സിലാകുകയില്ല. എന്താണ് പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരിക്ക് പോലും ചില സമയത്ത് മനസ്സിലാകില്ല. അങ്ങനെ അപ്പം എല്ലാവർക്കും അവരുടേതായ ഒരു രീതിയുണ്ട്. അപ്പം എൽദോ നല്ലൊരു മറുപടി കൊടുക്കുന്നുണ്ട്. എൽദോ പറയുന്നുണ്ട് ഞങ്ങൾ കൂട്ടുകാർക്കിടയിൽ ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്, എനിക്ക് അടുത്തറിയാവുന്നവരുടെ ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്, പക്ഷേ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ച് ഞാൻ ഇച്ചിരി ഇവിടെ മാന്യമായിട്ട് ഒരു അച്ചടി ഭാഷയിലങ്ങ് സംസാരിച്ച് പോകുന്നു. പുള്ളിയുടെ മാന്യതയാണ് പുള്ളി അവിടെ പറയുന്നത്. അന്നേരം രഞ്ജിനി പറയുന്നുണ്ട് ഞാനൊരു കൂട്ടുകാരനാണെന്ന് വിചാരിക്കുക, എന്നോടൊന്ന് സംസാരിക്കാൻ പറയുന്നുണ്ട്. എൽദോ സൂപ്പറാക്കി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല ഈ എൽദോ എന്ന് പറഞ്ഞാൽ ഈ അഖിൽമാരാരുടെ വേറൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അഖിൽമാരാരുടെ വേറൊരു ഇതായിട്ട് കാര്യം സംസാരിക്കുക, അഖിൽമാരാർക്കിട്ട് പോലും കൊട്ടു കൊടുക്കുന്നുണ്ട് അവിടെ. എൽദോ എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും തോറ്റവരാ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ. അങ്ങനെ ആര് കണ്ട പുള്ളിക്ക് പറയാനുള്ളത് പുള്ളി അതേ രീതിക്ക് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അത് നമുക്ക് ചിരിയും വരും, എന്നാൽ പുള്ളിക്ക് പറയാനുള്ള പുള്ളി പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം എൽദോ പറയുന്ന കാര്യം നമുക്ക് നീക്കാം. കൂട്ടുകാരോട് സംസാരിക്കാം, ഞങ്ങൾ കൂട്ടുകാരാണ് സംസാരിക്കും. അത് എൽദോ കറക്റ്റായിട്ട് കൊടുത്തു, പറ രഞ്ജിനി എന്ന് പറഞ്ഞത്. ആ ഒരൊറ്റ ചോദ്യം സത്യം പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർ മൊത്തം വരെ ചിരിപ്പിച്ച്. അത് ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൽദോടെ ആ നാടൻ രീതിക്ക് തന്നെ എൽദോ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവരുടെ ഇതെല്ലാം കഴിഞ്ഞ് ഇവർ പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ വന്നത് എൽദോടെ ഊഴമാണ് കേട്ടോ. എൽദോ വിളിച്ചത് സോനയെയും ഷാമോനെയാണ് വിളിക്കുന്നത്. ഇവരെ രണ്ടുപേരെയും വിളിച്ച് എൽദോയ്ക്ക് ഇഷ്ടം ഷാമോനെയാന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡ്രൈവിങ്ങിനെ പറ്റി പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കുറേ ക്വാളിറ്റിയൊക്കെ. ഇത് നമുക്ക് ഒരാൾ ഇഷ്ടമുള്ള കാര്യം പറയാമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്കോട്ട് ഇവർ കയറി ഒരുമാതിരി കൊനിഷ്ഠ പിടിച്ച ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരാൾ ഇഷ്ടമാണ്, അത് ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എനിക്കിപ്പോൾ ഒരാളിൽ മറ്റുള്ളവർ കാണാത്തൊരു ക്വാളിറ്റി ആയിരിക്കും ഞാൻ അവർ കണ്ട് ഇഷ്ടപ്പെടുന്നത്. അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം എൽദോയോട് പറയുന്നു, എൽദോ ഷാമോനെ പറയുന്നുണ്ട് ഷാമോൻ്റെ ഡ്രൈവിങ് ഇത്ര സ്പീഡിൽ, അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഒരു ഡ്രൈവറുടെ ഇത്, അങ്ങനെ കുറേ ക്വാളിറ്റി കാര്യം ഷാമോൻ പറയുന്നുണ്ട്. എന്നിൽ അതൊക്കെ ആയിരിക്കും അദ്ദേഹം കണ്ടിട്ടുള്ള ക്വാളിറ്റികൾ എന്ന് ഷാമോനും തിരിച്ച് പറയുന്നുണ്ട്. അപ്പം എൽദോ പറയുന്നുണ്ട് എനിക്ക് വലിയ ഡ്രൈവിങ് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഡ്രൈവിങ്ങിൻ്റെ ഇത് കേൾക്കുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതെല്ലാം കഴിച്ച് സോനെ പറഞ്ഞു സോന ഫേക്കാന്നും സോന ഭയങ്കര പ്രശ്നമാണെന്നും സോന എല്ലാവരും തർക്കുത്തരം പറിച്ചിട്ട് ഭയങ്കര ഒരു അഹങ്കാരിയാണ്, തൻ്റെടിയാണെന്ന്. അപ്പോൾ പിന്നെ സോന അങ്ങ് ഉറഞ്ഞു തുള്ളി. സോന പറഞ്ഞാണ് ഞാൻ തൻ്റെടിയാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മാങ്ങയാണ് തേങ്ങയാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് സോന ശരിക്കും ഇതായിട്ട് നിന്നപ്പോൾ സോനയുടെ രീതിയെ ഇഷ്ടമല്ല എന്ന് എൽദോ പറഞ്ഞു. അപ്പോൾ സോന അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇങ്ങനെ എനിക്കിഷ്ടമല്ല, ഇങ്ങനെ എന്നെ ചേച്ചിന്ന് വിളിക്കുന്നത്. ആര്? എൽദോ സോനയെ ചേച്ചിന്ന് വിളിക്കുന്നത്. അപ്പം എൽദോ ഒന്നും വീണ്ടുന്നില്ല, എൽദോ ഒന്ന് ചിരിച്ച് ഉടനെ അവർ രഞ്ജിനി ചോദിക്കുന്നുണ്ട് അപ്പോൾ ചേച്ചിന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല എന്ന് ചോദിക്കുമ്പോൾ സോന പറയുന്നുണ്ട് എനിക്കിഷ്ടമല്ല, എന്നെ ആരും ചേച്ചിന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിച്ച് അത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ച് അവിടുന്ന് പോകുമ്പോഴത്തേക്ക് അവർ മറ്റേ റിയാസ് പറയുന്നുണ്ട് അപ്പം എൽദോയൊക്കെ അങ്കളെ നിങ്ങൾ വിളിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ എല്ലാം പറഞ്ഞ് പോകാൻ നേരയപ്പോൾ താങ്ക് യു രഞ്ജിനി ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരിക്ക് ആരും എല്ലാവരും ചേച്ചി എന്ന് വിളിക്കാം, പുള്ളിക്കാരി ആരും ചേച്ചി എന്ന് വിളിക്കുന്നത് പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല. ആ ഒരു വേദിക്കുന്ന സോനയുടെ ക്യാരക്ടർ എനിക്ക് അങ്ങോട്ട് തൻ്റെടിയാണ് ഒക്കെ, പക്ഷെ ഓവറാണ് അവർക്ക്, ഭയങ്കര ഓവർ. അവരെ ബിഗ് ബോസിൽ ചെല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ ചെവിതല കേൾക്കണ്ടേ, ചീവീടിന് തുല്യമായിട്ടായിരിക്കും ഇവർ കിടന്ന് കാണിക്കുന്നത്. എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. വേണം, പക്ഷേ ഒത്തിരി അങ്ങോട്ട് ഓവറാകരുത്. ചുമ്മാ കിടന്നങ്ങ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനോടും നമുക്ക് വലിയ താല്പര്യം തോന്നത്തില്ല. അടുത്തത് വന്നത് സോനയാണ്. സോന ശ്യാമിനെയും എൽദോയാണ് വിളിച്ചത്. അതിൽ സോനയ്ക്ക് ഇഷ്ടം ശ്യാമിനെയാണെന്നും എൽദോയെ ഇഷ്ടമല്ലെന്നും പറഞ്ഞ് അങ്ങനെ അവർ തമ്മിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഒമിറ്റിംഗ് ഇമോജി എൽദോയ്ക്കും കൊടുത്തു. മറ്റേ ഉമ്മ കൊടുക്കുന്ന സ്റ്റിക്കറിൻ്റെ ഇത് ശ്യാമിനും കൊടുത്തു. ഈ
സോനയും പറഞ്ഞതൊക്കെ തന്നെയാണ്. അച്ചടി ഭാഷയാണ്, അയാൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചാണ് എന്നൊക്കെയാണ് സോനയും പറയുന്ന കുറേ കുറ്റങ്ങളും കാര്യങ്ങളും. അടുത്തത് താഷിയാണ്. താഷിക്ക് ശ്യാമിനെ ഇഷ്ടം, ഷിജിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഷിജിൻ പൊതുവെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു ദേഷ്യപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഉള്ളിൽ അത് കുറേ നേരം കിടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. പൊതുവേ ഷിജിൻ ഒരുമാതിരി മൂഡ് ഓഫ് ആയിട്ടാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ. പക്ഷേ ഗെയിമൊക്കെ ഒരു നല്ലതായിട്ട് ആക്റ്റീവ് ആകുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒരു ഇതാണ്, അതുപോലെ പറഞ്ഞു ഒരു ഗെയിമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അതിൽ പ്രശ്നങ്ങൾ മറ്റുള്ളവർ ഇതാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ഷിജിനെ ഇതാക്കുന്നുണ്ട്. ശ്യാമിനെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് താഷിയാണ് അടുത്തത് വന്നത്. പിന്നെ അടുത്തത് അതിങ്ങനെ ഓരോരുത്തരും ഓരോ ഗെയിമിൻ്റെ കാര്യം അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്തത് പറയുന്നത് ഷിജിനാണ്. ഷിജിൻ അതിനെ പിന്നെ വിളിച്ചേക്കുന്നത് രാകേഷ് ഏട്ടന് താഷിയാണ് വിളിച്ചേക്കുന്നത്. താഷിയെ ഇഷ്ടമല്ല, രാകേഷ് ഏട്ടനെയാണ് ഇഷ്ടം എന്നും പറഞ്ഞ് രാകേഷ് ഏട്ടൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. രാകേഷ് ഏട്ടന് അതായതെന്നൊക്കെ പറഞ്ഞ് രാകേഷ് ഏട്ടനെ കുറേ സപ്പോർട്ട് ചെയ്ത് അവരുടെ അതിങ്ങനെ അങ്ങോട്ട് ആ സ്റ്റിക്കർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നു. അവരും പോകുന്നു. പിന്നെ വരുന്നത് രാകേഷ് ഏട്ടനാണ്. രാകേഷ് ലോലിറ്റയും അഫിയെയാണ് വിളിക്കുന്നത്. അഫിയെ പറ്റി രാകേഷ് ഏട്ടൻ പറഞ്ഞത് എന്തോ ഈ അവിടുത്തെ കൊച്ചിക്കാർ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നത് പറഞ്ഞ് സ്റ്റഫ് വെക്കോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം രാകേഷ് ഏട്ടൻ പറഞ്ഞു കൊച്ചിക്കാർ അങ്ങനെയല്ല, അങ്ങനെ ചോദിക്കത്തില്ല. അപ്പോൾ ഈ അഫിയ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവർ തമ്മിലും ഇങ്ങനെ കുറേ തെറ്റിദ്ധാരണ മൂലം ഇഷ്ടക്കേട് വന്ന ഒരു ഇതെന്നുള്ള രീതിക്കാണ് അതിനകത്തും വന്നിരിക്കുന്നത്. അത് രാകേഷ് ഏട്ടനാണ് അതിനെപ്പറ്റി ഇങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നു. രാകേഷ് ഏട്ടൻ അങ്ങനെ ലോലിക്ക് നല്ല ഒരു ഇമോജി കൊടുക്കുന്നു, മറ്റേ ആൾക്ക് വോമിറ്റിങ്ങിൻ്റെ ഇമോജി കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു കാര്യവും അവിടെ കഴിഞ്ഞു. പിന്നെ വരുന്നത് അഫിയയാണ്. ഷിബിനെയാണ് ഇഷ്ടം. ഷിബിനെ ഇഷ്ടം ഷിബിനെ വിളിച്ച പുള്ളിക്കാരെ ഭയങ്കര ഇതൊക്കെ ആയിട്ട് പറഞ്ഞു. അവർക്ക് സ്റ്റിക്കറും ഒക്കെ കൊടുത്ത് അവരെയും വിട്ടു. പിന്നെ വരുന്നത് ഷിബിനെയാണ്. ഷിബിനയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷിബിനെ ശ്യാമിനെയും എൽദോയാണ് വിളിച്ചേക്കുന്നത്. എൽദോയെ ഷിബിനയ്ക്ക് ഇഷ്ടമാണ്, ശ്യാമിനെ ഇഷ്ടമല്ല എന്ന് പറയുന്നത്. ശ്യാമിനെ ഇഷ്ടമല്ലാത്തതിൻ്റെ കാര്യം ശ്യാമിൻ്റെ ഗെയിമിൻ്റെ കാര്യമാണ് പറയുന്നത്. ശ്യാം ഫുഡിൻ്റെ അവരിത് വന്നപ്പോഴത്തേക്ക് ശ്യാം അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നെഗറ്റീവായിട്ട് ശ്യാമിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ക്രൂക്കട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഇതായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അഖിൽമാരാർ അതിനിടയ്ക്ക് ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ ശിവനയുടെ വലിയ പുള്ളിക്കാരി എല്ലാം ക്ലിയറാണ്, പുള്ളിക്കാരി ചെയ്യുന്നില്ല. പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട്, പുള്ളിക്കാരി ക്രൂക്കട്ട് എന്നെ കാണിച്ചു നിൽക്കുമ്പോൾ പറയും ഞാൻ സ്മാർട്ട് ക്രൂക്കട്ടാണ് കാണിച്ചതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഇതിൽ പുള്ളിക്കാരി ചെയ്തത് നല്ലതും ഈ ശ്യാം ചെയ്ത് തെറ്റും. ഒരു ഗെയിമാണ്, അത് ഓരോരുത്തരുടെ മൈൻഡാണ് അതെങ്ങനെ എടുക്കണമെന്നുള്ളത്. പുള്ളിക്കാരി സ്മാർട്ടായിട്ട് ചെയ്ത് മറ്റേ പുള്ളിക്കാരൻ അങ്ങനെ അല്ലത്. അപ്പോൾ പുള്ളിക്കാരൻ സ്മാർട്ടായിട്ടല്ല ചെയ്തതെന്ന് പറയാൻ പറ്റുമോ? അതിന് നല്ല തക്കതായിട്ട് അതാണ് എനിക്ക് അഖിൽമാരാരുള്ളൊരു ഇഷ്ടം കേട്ടോ. ഈ രഞ്ജിനി ഹരിദാസിനെ പോലെയോ റിയാസിനെ പോലെയോ ഒന്ന് വളവള കിടന്ന് പറയരുതേ. അഖിൽമാരാർ നല്ല ഉപമ അതിനകത്തോട്ടങ്ങ് തട്ടി വീടും. ഇപ്പം അഖിൽമാരാർ പറയുന്ന നല്ല അടിപൊളി ഒരു ഡയലോഗുണ്ട്. 3 കൂട്ടുകാരികളെ പറ്റിച്ച് തൊട്ടപ്പുറത്തൊരു കളത്തിൽ പോയി നിന്ന ഒരാളെ ഞാൻ എന്താ വിളിക്കേണ്ട? കണ്ണി ക്രൂക്കട്ട് എന്താണ് വിളിക്കുന്നത്? അത് തന്നെയാണ് അഖിൽമാരൻ ചോദിച്ചത്. ഒരു സൈഡിൽ നിന്ന് 3 കൂട്ടുകാരികളെ പറ്റിച്ച് അങ്ങനെ കാണിച്ച ഈ പുള്ളിക്കാരി സ്മാർട്ട്, ശ്യാം ചെയ്തപ്പം അത് ക്രൂക്കട്ടായി. അപ്പോൾ അതുകൊണ്ടാണ് അഖിൽമാരാർ ശരിക്കും ചോദിക്കുന്നത്, നിങ്ങൾ 3 പേര് നിങ്ങൾ അതുപോലെ പറ്റിച്ച് നിങ്ങൾ അങ്ങനെ കാണിച്ചു, അതിന് കുഴപ്പമില്ല. ശ്യാം അവിടെ ചെയ്തത് നിങ്ങളത് അങ്ങനെ ഒരു ഇതായിട്ട് പറയുന്നു. എന്നാണേലും ശ്യാം അങ്ങനെ കാണിച്ചത് തെറ്റാണെങ്കിൽ നിങ്ങൾ കാണിച്ചത് ശരിയോ എന്ന് ചോദിക്കുന്നതിന് നല്ലൊരു ഉപമ പറയുന്നുണ്ട്. അത് നമുക്ക് കേൾക്കാം. നമ്മളത് ഉപമയുടെ കാര്യമാണ് ആദ്യം പറഞ്ഞത്. ഉപമ നമുക്കൊന്ന് കേൾക്കാം. നിങ്ങളിടുന്നത് ബെർമൂഡ, ഞാനിടുന്നത് വള്ളിക്കളസം എന്നൊരു കറക്റ്റ് അല്ലേ? നിങ്ങളിടുന്നത് ബെർമൂഡ, ഞാനിടുന്നത് വള്ളിക്കസം. അവരുടെ പുള്ളിക്കാരി അവിടെയും പറയുന്നുണ്ട്, ഞാനിടുന്നതല്ല പിന്നെ മോഡേൺ വള്ളിക്കസും അവൻ ബെർമൂഡ ഇടുന്നതെന്ന്. ഈ പുള്ളിക്കാരിക്ക് ആ വള്ളിക്കസം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ അണ്ടർവെയറിനാണ് അഖിൽമാരാർ ഉദ്ദേശിച്ചത്. ബെർമൂഡ ഇട്ടുകൊണ്ട് നടക്കാൻ നമ്മൾ ചിലരോട് ചോദിക്കത്തില്ല, നീ എന്താ അണ്ടർവെയർ ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്ന് ചോദിക്കത്തില്ലേ എന്ന് പറഞ്ഞ മാതിരി ബെർമൂഡ ഇട്ടേക്കുന്നത് ഞാനിടുമ്പോൾ അത് ബെർമുഡ, നിങ്ങളിടുമ്പോൾ അത് അണ്ടർവെയർ. അത് തന്നെയാണ് അഖിൽമാരാർ അങ്ങനെ പറഞ്ഞേക്കുന്നത്. പുള്ളിക്കാരി ഇടണമെന്ന് പറഞ്ഞു, പുള്ളിക്കാരി അതാ ഇടുന്നതെന്ന് പറഞ്ഞു. ഇതുപോലുള്ളതൊക്കെയാണ് വരുന്നത്. എനിക്കെന്താ ഈ പുള്ളിക്കാരുടെ ഒട്ടും അങ്ങോട്ട് സംസാരം നമുക്കൊരുമാതിരി ഇഷ്ടം വരത്തില്ല. ഇഷ്ടം വരുന്ന തന്നെയല്ല, ഒരു അഹങ്കാരത്തോടു കൂടി എല്ലാം എനിക്കാകാം മറ്റുള്ളവരൊന്നും ചെയ്യില്ല എന്നൊരു മൈൻഡാണ്. പിന്നെ ബിഗ് ബോസ് മീറ്റിൽ കുഴപ്പമില്ല, വന്ന് കയറി അതിനകത്തൊരു സീനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇതായിരുന്നു എൽദോടെയും ഈ ശ്യാമിനെയും വെച്ചുള്ള പുള്ളിക്കാരൻ. പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ ലൊലീറ്റയാണ്. ലൊലീറ്റ വന്നേച്ച് പറഞ്ഞേക്കുന്ന ആരൊക്കെയെന്ന് വെച്ചാൽ ഷിജിനെ ഇഷ്ടമാണ്, ഷിജിനെ ഇഷ്ടമല്ല, ഷിജുലാലിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം ഷിജിന് സത്യം പറഞ്ഞാൽ ഒത്തിരി ഇമോജി ഇപ്പോൾ ഷിജിന് ആയി കേട്ടോ, ഒരു 4 ഇമോജിയോളം ഷിജിനായി. അപ്പം ഷിജിൻ അതിന് തന്നെ ഭയങ്കര മൂഡ് ഓഫ് ആയി കേട്ടോ. കാര്യം അറിയാം, ഇങ്ങനെ ഈ ഇമോജി കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഔട്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് ഷിജിന്. അതുകൊണ്ടാണ് ഷിജിൻ ശരിക്കും ഒന്നും കൂടെ ഷിജിൻ്റെ മുഖം ഒരുമാതിരി എന്താ ചോരമായി ഇല്ലാത്ത മുഖം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു അവസ്ഥയിലായിട്ടുണ്ട് ഷിജിന്. അപ്പോൾ ഷിജിലാലിനെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലോലിത പറയുന്നു. അത് സപ്പോർട്ട് ലോലിത പറയുമ്പോഴത്തേക്ക് 3 ഇമോജി ആയിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് അവർ ഷിജുലാലിന്
നല്ല ഇമോജിയും കൊടുത്തു, ഷിജിന് പന്ന ഇമോജിയും കൊടുത്ത് അത് അവിടെ അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞേച്ച് പിന്നെ വരുന്നത് ഷിജിൻ ലാലാണ് വരുന്നത്. ഷിജിൻ ലാൽ വന്നിട്ട് ഷിജിനെ നെഗറ്റീവ് പറയുന്നു, ലോലിനെ പോസിറ്റീവ് പറയുന്നു. അങ്ങനെ അവിടെയും അങ്ങനെ 4 ഇമോജി ആവുകയാണ് ചെയ്യുന്നത് ഈ ഷിജിന് വല്ല. അതായത് ഞാൻ ഷിജിൻ്റെ മുഖമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഭയങ്കരമായിട്ട്. പിന്നെ വരുന്നത് ആരാന്ന് ചോദിച്ചാൽ ഷാമോനാണ് ഇത്രയും നേരമായിട്ടും ഒന്നും വരാതിരുന്നു, വന്ന് സംസാരിക്കാൻ പറ്റാതെ. ഷാമോൻ വന്നേച്ച് ഷിജിൻ ലാലിനെയും സോനയാണ് വിളിച്ചത്. സോന അറിയാലോ, പൊതുവേ ഭയങ്കര ബഹളവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് സോനയെ വിളിച്ച് സോനയെ പറ്റി കുറേ കാര്യങ്ങൾ അതിനകത്ത് ഈ ഷാമോൻ പറയുന്നുണ്ട്. സോന പ്രശ്നം ഉണ്ടാക്കുന്നു, ആരെയും ഒരു ബഹുമാനമില്ല എന്ന് പറഞ്ഞാൽ സോനയെ പൊതുവെ എല്ലാവരും ആ ഒരു കാര്യത്തിൽ തന്നെയാണ് പറയുന്നത്. എല്ലാം പുള്ളിക്കാരി മാത്രമേ ഉള്ളൂ നല്ലൊരു ഗെയിം, ബാക്കി എല്ലാവരും മോശം ഗെയിമറാണ്, പുള്ളിക്കാരിക്ക് മാത്രമേ ബിഗ് ബോസ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഷാമോനും പറയുന്നു. ഷിജിൻ ലാലിന് എന്നിട്ട് നല്ലൊരു ഇമോജിയും കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ മോശം ഇത് കിട്ടിയത് ഈ ഷിജിനാണ് 4 ഇമോജി കിട്ടി. അതോടുകൂടി തന്നെ ഷിജിൻ ഡൗൺ ആയി തുടങ്ങി. ശരിക്കും ഡൗൺ ആയി ഷിജിൻ ഡൗൺ ആയിരുന്നു കഴിഞ്ഞ് പിന്നെ അടുത്തത് ഇവരൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. ടാസ്കിൽ പൂജയാണ് ലെറ്റർ വായിക്കുന്നത്. പൂജ അത് വായിച്ച് ഇവരുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ സ്ക്രീനിലൊരു ഇത് കാണിക്കും. അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്, കുട്ടികളെ കാര്യങ്ങൾ, കാർട്ടൂൺ പോലൊരു ഇതാണ്. അതിനകത്ത് കുറേ കാര്യങ്ങൾ കൊടുത്തേച്ച് അതിനകത്തു നിന്നുള്ള ഓരോ കാര്യങ്ങളും ഉള്ള ചോദ്യമാണ്. അത് നല്ല ശരിക്കും ശ്രദ്ധിച്ച് നല്ലപോലെ നോക്കിയെടുത്താലേ അത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവർ എന്നാ ചെയ്തു, ആദ്യം തന്നെ ഗെയിം ആയിട്ട് ഓരോരുത്തർ തിരിച്ചു. അപ്പോൾ ഇതാണ് ഗെയിമെന്ന് ഇവർക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഒരു ലീഡറും വേണം, അതിന് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ബാക്കിയുള്ളവരെ 2 ലീഡർമാർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ലീഡർമാരെ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഇവർ തന്നെ ആൾക്കാരെ സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. ടീമായിട്ട് തിരിച്ചത് ഷിജിനെ ലോലിറ്റയാണ് തിരിച്ചത്. അപ്പോൾ ഷിജിൻ ഒന്നാമത് ഡൗൺ ആണ്. അപ്പോൾ എന്നിട്ട് ഇവർക്ക് തന്നെ അതിന് ടീം അംഗങ്ങളെ എടുക്കാം. അതിന് ശേഷമാണ് ഇവർ ഗെയിം എന്നാന്നുള്ളത് അറിയുന്നത്. അപ്പം ഇതിന്ന് ടീമായിട്ട് തിരിച്ചു. ഇവർ ഗെയിം അത് വന്നു കഴിഞ്ഞാണ് അറിയുന്നത് ഇന്നതാണ് ഗെയിം എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ ഷിജിൻ തിരഞ്ഞെടുത്ത ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഷിജിൻ്റെ ടീമിലുണ്ടായിരുന്നത് ഷാമോൻ, ഷിജുലാൽ, പിന്നെ അഭിയ, താഷി, ഇത്രയും പേരാണ് ഈ ഷിജിൻ്റെ ടീമിലുണ്ടായിരുന്നത്. പിന്നെ അപ്പുറത്ത് ലോലിറ്റയുടെ ടീമിലുണ്ടായിരുന്നത് രാകേഷ് ഏട്ടൻ, സോന, ഷിബിന, പിന്നെ പൂജ, എൽദോ, ഇവരിത്രയും പേരാണ് ലോലിറ്റയുടെ ടീമിലുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ 2 സൈഡിലും 6 പേര് വെച്ച് വന്നു ഗെയിം കളിച്ച്. പക്ഷേ ഇത് ലോലിറ്റയുടെ ടീമാണ് ജയിച്ചത്. ഈ ഷിജിൻ്റെ ടീം ഒരു മാത്രമേ ഉള്ളായിരുന്നു ആൻസർ പറഞ്ഞത്. ബാക്കി അപ്പുറത്ത് ഒരാൾ പറഞ്ഞില്ല, ബാക്കി എല്ലാവരും ആൻസർ പറഞ്ഞു. അപ്പോൾ അവരാണ് ജയിച്ചത്. അപ്പം അങ്ങനെ ഗെയിം കഴിഞ്ഞു. അങ്ങനെ ഇതിനകത്ത് കുറച്ച് ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. കാര്യം ഒട്ടും ഇതല്ലാത്ത രീതിയിൽ ഉള്ള ഗെയിമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ എൽദോയാണ് 2 എണ്ണം കൂടുതൽ പറഞ്ഞത്. അങ്ങനെ എൽദോയെ വിളിച്ചു. എൽദോയ്ക്കൊരു മറ്റേ കഴുത്തിടുന്ന മാലയൊക്കെ ഇട്ട് കൊടുത്തു. എൽദോയോട് പറഞ്ഞു അവിടെ നിൽക്കുന്നവരെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറഞ്ഞു, അവിടെ ഇരിക്കുന്നതല്ലേ. പക്ഷേ എൽദോയ്ക്ക് ആരെങ്കിലും എടുത്ത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷേ എൽദോ എന്നെ ഇത് മൊത്തത്തിൽ വലിയതായിട്ട് അങ്ങോട്ട് പറഞ്ഞില്ല. പക്ഷേ കിട്ടിയ ചാൻസ് എൽദോ ഇതാക്കി കളഞ്ഞു. എൽദോ വിചാരിച്ചത് അവിടെ ഉള്ളവരെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ എന്നുള്ളതാണ് ചിന്തിച്ചത്. എൽദോ ഗെയിമിനെ പറ്റിയും മറ്റു കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്നവരെ പറ്റി പറയാം അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലാസ്റ്റ് എൽദോയുടെ കഴുത്തിൽ കിടക്കുന്ന മാലയൊക്കെ ഊരി മേടിച്ചു. അതിൻ്റെ പവർ കുറഞ്ഞു പോയി. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ പറയാനുള്ള കാര്യങ്ങൾ അതിനപ്പോൾ അതിൻ്റെ പവർ എന്നാ മാങ്ങാത്തൊലിയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ മനുഷ്യൻ സാധാരണ ഇത്ര ദിവസം ഇതിട്ട് കൊടുത്ത് ഇത്രയൊക്കെ 10ാമത്തെ സ്റ്റേജൊക്കെ ആയില്ലേ, എപ്പിസോഡൊക്കെ ആയില്ലേ, അയാൾക്ക് എന്തെങ്കിലും ഞാൻ വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എൽദോയ്ക്ക് ബിഗ് ബോസിലേക്ക് കയറാനുള്ള ഒരു ചാൻസ് അങ്ങനെ കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ അത് അങ്ങനെയൊന്നും വന്നില്ല. മാല ഊരി അവർ കൈക്കിലാക്കി വെച്ച്. ആ മാല എന്നതിന് കൊടുക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ആ മാലയൊക്കെ ഇട്ട് എൽദോടെ ഗ്യാസ് പോയ മാതിരി ആയിപ്പോയിട്ടോ മാലയൊക്കെ ഊരി മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ എൽദോ മാലയെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞ് വെച്ച് ഇവർ തോറ്റ ടീമാണല്ലോ വരുന്നത്. തോറ്റ ടീമായിട്ട് വന്നത് താഷിയുണ്ട്, പിന്നെ ഷിജുലാലുണ്ട്, ഷാമോനുണ്ട്, ഷിജിനുണ്ട്, അഭിയുണ്ട്. ഇത്രയും പേരാണ് വന്നേക്കുന്നത് ഈ ഔട്ടാകാനുള്ള ഇതിൽ വന്നേക്കുന്നത്. അപ്പം ഈ സത്യം നമുക്ക് ഒന്നും അറിയാൻ മേലെ നമ്മൾ കാണുമ്പോണ്ടല്ലോ നല്ല ടെൻഷൻ ഉണ്ട് ഇതിൽ ആരിപ്പോൾ. ഇപ്പോൾ ഇത്രയും പേരൊക്കെ നമുക്ക് അങ്ങ് പരിചയമായി തുടങ്ങി. നമ്മളിത് കണ്ട് പരിചയമായി തുടങ്ങി. അപ്പം ഇതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ആരും പോകണമെന്ന് എനിക്കും ആഗ്രഹമില്ലായിരുന്നു കേട്ടോ. ഒന്നും കൂടെ നോക്കി ചെന്നിച്ച് ഇവരൊക്കെ ഒന്ന് ജനങ്ങൾക്ക് മനസ്സിലായി വരുന്നതേ ഉള്ളൂ. കാര്യം വോട്ടിങ് തുടങ്ങിയേക്കുന്നുണ്ട്. നമ്മളിവർക്ക് ഒരു വോട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ മനസ്സിലാക്കിയാലല്ലേ നമുക്ക് വോട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം സേവ് ആകുന്നത് ഷിജുലാലാണ്, അത് കഴിഞ്ഞ് ഷാമോനാണ്, പിന്നെ അത് കഴിഞ്ഞ് താഷി സേവ് ആകുന്നുണ്ട്. ലാസ്റ്റ് അഭിയും പിന്നെ ഷിജിനും കൂടെ ആണ് അവസാനം വന്നിരിക്കുന്നത്. അപ്പോൾ ഷിജിന് നല്ല ടെൻഷനുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അത്രയും ആ കുന്തം കോട്ട കുത്തി വെച്ചേക്കുവാണ്, അതേ മുഴുവൻ കുത്തി വെച്ചേക്കാണ്. അത്രയും അത്രയും കുത്തി വെച്ചേക്കുന്നത് ഷിജിനറിയാം. ഷിജിൻ ഉറപ്പായിട്ട് ഔട്ടാണെന്നറിയാം. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേക്ക് രഞ്ജിനി പറയും, രഞ്ജിനിയാണോ അഖിൽമാരാണോ ആരോ ചോദിക്കും, ഈ അഭിയെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയാൻ പറയും. അപ്പോൾ പറയും, ആരാണ്, നിങ്ങളാണോ അവിടെ നിൽക്കാൻ യോഗ്യത, അതോ
അഭിയാണോ എന്ന് ചോദിക്കും. അന്നേരം ഈ അതിപ്പോൾ ആരോട് വെച്ചാൽ അങ്ങനെ ഷിജിൻ പറഞ്ഞ് ഞാൻ തന്നെയാണ്, അഭി ഔട്ടാകേണ്ട ആളാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കിയല്ലേ രഞ്ജിനി ഹരിദാസ് പെട്ടെന്ന് ഒരു അഭി സേവിഡ് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഭയങ്കര ഷോക്കായി പോയിട്ടോ. ഈ ഷിജിൻ്റെ ഒരു അവസ്ഥ കാണായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ടങ്ങ് മുഖമെല്ലാം അങ്ങ് വല്ലതായി. പുള്ളി ആ സിമത്ത് അവിടെ താഴെ വീണ് പോകുന്നൊരുതായി. ഷിജിൻ പെട്ടെന്ന് ടെൻഷൻ ഷിജിൻ്റെ മുഖത്തറിയാൻ പറ്റുന്നൊരു വ്യക്തിയാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ എന്നാ കാര്യങ്ങളുണ്ടെങ്കിലും അത് അവർ പുറമേ കാണിക്കത്തില്ല, അവർ ചിരിച്ച് നിൽക്കും. പക്ഷേ ഷിജിൻ എന്ന് പറഞ്ഞാൽ അത് പുറമേ കാണിക്കാതെ ആ ഉള്ളിലെ കാര്യങ്ങൾ ഫുള്ള് മുഖത്തേക്ക് വരും. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ഇവരുടെ ശരിയും തെറ്റും പറയുന്ന കൂട്ടത്തിൽ ഷിജിൻ അത് പറഞ്ഞ് ചെണീറ്റ് പോയതുള്ളൂ, തിരിച്ച് ഷെയ്ക്കാനൊന്നും കൊടുക്കാൻ നിന്നില്ല. പുള്ളിയുടെ മൈൻഡ് വേറെയാണ്. അങ്ങനെ എന്നിട്ട് ഷിജിൻ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഷിജിൻ്റെ നിപ്പ് കണ്ടപ്പോൾ പാവം കൂടെ തോന്നി കേട്ടോ. അപ്പം ഷിജിനെ ഇങ്ങനെ നിർത്തിയതിന് ശേഷം ഷിജിൻ എന്നെ ചെയ്തു, ഷിജിൻ അവിടുന്ന് സേവായി. ഈ പ്രാവശ്യം ആരെയും ഔട്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ കാര്യം വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും സന്തോഷം, ഷിജിനും സന്തോഷം. ഷിജിൻ്റെ മുഖത്ത് എന്നിട്ട് ചിരി അങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. ഷിജിൻ ആ ഒരു ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. തന്നെയല്ല ഷിജിനെ ഇത്രയും പേര് വെറുക്കുന്നു എന്നൊക്കെ അറിയാം. പക്ഷേ ഇതിനുള്ള ഏറ്റവും വലിയൊരു ഇത് എന്താണെന്നറിയോ, നമുക്ക് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഗെയിമിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. ആരെ വെറുക്കുന്നോ അവരാണ് കയറി വരുന്നത്, ഇല്ലേ? അവരാണ് കയറി വരുന്നത്. അവർ കയറി നമുക്കറിയാം. രഞ്ജിത്ത് സാറിനെ എല്ലാവരും വെറുത്തു, രഞ്ജിത്ത് സാറ് കയറി വന്നു. അതുപോലെ മറ്റേ റോബിനെ എല്ലാവരും വെറുത്തു, റോബിൻ കയറി വന്നു. അതുപോലെ തന്നെ ജിൻഡോയെ എല്ലാവരും അകറ്റി നിർത്തി, ജിൻഡോയ്ക്ക് കുറ്റമേ ഉള്ളായിരുന്നു, ജിൻഡോ കയറി വന്നു. അനീഷ് കയറി വന്നു. അനീഷ് ലാസ്റ്റ് നിമിഷത്തിലാണ് അനുമോളുടെ ആ ഒരൊറ്റ വിഷയത്തിലാണ് അനീഷ് സെക്കൻഡ് കൊണ്ടുപോയത്, ഈ അനുമോൾ ഫസ്റ്റ് കൊണ്ടുവരും. അവിടെയും അനുമോള് എല്ലാവരോട്ട് ദ്രോഹിച്ചപ്പോഴാണ്, എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴാണ് അനുമോളോട് ആൾക്കാർക്ക് സിമ്പതി തോന്നിയത്. അങ്ങനെയാണ് അനുമോളും ജയിച്ചത്. അപ്പം അനുമോളുടെ ആ ഒരു ഇഷ്ടം എല്ലാവർക്കും കൂടി എന്ന് പറയുന്ന പോലെ ഈ ഷിജിൻ ഇനിയിപ്പം വോട്ട് കൂടാൻ സാധ്യതയുണ്ട്. കാര്യം ഇവരെല്ലാവരും വലിയ മിടുക്കോടുകൂടി ഇന്ന് തന്നെ ഈ ഷിജിൻ ഇവിടുന്ന് പോകും ഓർത്തുകൊണ്ട് കാണിച്ച പരിപാടിയാണ്. പക്ഷേ നാളെ വോട്ടിൻ്റെ ഇത് വരുമ്പോൾ ഇപ്പോൾ ഷിജിനോട് എല്ലാവർക്കും ഒരു സ്നേഹം സിമ്പതി തോന്നിയിട്ടുണ്ട്. കാര്യം അവിടെ നിൽക്കുന്ന പലരും അവിടെ നിൽക്കാൻ യോഗ്യരല്ലെന്നുള്ളത് നമുക്കറിയാം. എന്നിട്ടും അവരൊക്കെ ഷോ കാരണം അവിടെ നിന്ന് പോകുന്നതാണ്. സത്യം പറഞ്ഞാൽ പൂജയൊക്കെ വേണമായിരുന്നെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. പൂജയൊക്കെ ഔട്ടായി പോയത് ഭയങ്കരമായിപ്പോയെന്ന് തോന്നുന്നുണ്ട്. പൂജ തന്നെയല്ല, പല മത്സരാർത്ഥികളും നമുക്കറിയാം ഔട്ടായി പോയത് നിസ്സാര കാര്യങ്ങളെ കൊണ്ടാണ്. ടീമിലെ ആ ഒരു തോൽവി കൊണ്ടൊക്കെ ചാൻസ് നഷ്ടപ്പെട്ട് പോയവരൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു പ്രാവശ്യം ഇവർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. ഷിജിൻ ഒന്നും കൂടെ നല്ലതായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഷിജിന് കയറി വരാൻ പറ്റും. ഷിജിന് കയറി ഇനി ഇതിൽ നിന്ന് എത്ര പേര് ബിഗ് ബോസിലേക്ക് പോകുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഈ താഷിയൊക്കെയാണെന്ന് തോന്നുന്നു മറ്റേ വൈറ്റ് ഗോൾഡിൻ്റെ ഇതിൽ കയറി വന്നെന്ന് തോന്നുന്നു. അതിൻ്റെ ഇതിലും പിന്നെ മൈജിയിൽ ഇതിനകത്ത് കയറി നിൽക്കുന്നവർക്കൊക്കെ മിക്കവാറും ശ്യാം അങ്ങനെ എങ്ങാണ്ട് വന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഇവരൊക്കെ കുറച്ച് പേരൊക്കെ അങ്ങനെ വന്നവരുണ്ട് ഇതിലേക്ക്. പൂജ എനിക്കൊന്ന് അങ്ങനെയാണെന്ന് തോന്നുന്നു വന്നേക്കെന്ന് തോന്നുന്നു. അങ്ങനെ വന്നേക്കുന്നവർക്കൊക്കെ അതിനകത്തുനിന്ന് കയറി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അവരിനി അധികം അവരുടെ കൂടെ ആ നിൽക്കുന്നതിൽ നിന്നും ഒരുതായി പോയാൽ മതി, ബാക്കിയുള്ളവർ ഒരു മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനെയൊന്നും അല്ലാതെ വന്നവരൊക്കെയാണ് അതിനകത്ത് നല്ല പോലെ പണിയുള്ളത്. ശരിക്കും അവരുടെ മൈൻഡിലൂടെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഒരു പരിപാടി നടക്കത്തില്ല. എന്നാണേലും ബിഗ് ബോസിൻ്റെ 10ാമത്തെ എപ്പിസോഡായി. ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ 10ാമത്തെ എപ്പിസോഡായിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് എപ്പിസോഡുകളൂടെ കാണത്തുള്ളൂ. കാര്യം ഇതിൽ നിന്ന് എനിക്കൊന്ന് എത്ര പേര് തിരഞ്ഞെടുക്കുന്നതെന്ന് എനിക്കറിയില്ല. 8 ആണോ ഇനി 5 ആണോ എന്നൊന്നും അറിയത്തില്ല. നമുക്ക് അവസാന നിമിഷത്തിൽ അറിയാൻ പറ്റത്തുള്ളൂ. ഇവർ പറയുന്ന പോലെ അല്ല. ആദ്യം എനിക്കൊന്ന് 8 എന്നാന്ന് തോന്നുന്നു പറഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പോൾ പറയുന്നേക്കാം 5 ഒക്കെ പറയുന്നേക്കാം. ഇപ്പോൾ എന്നാണേലും ഇതിൽ നിന്ന് ഇനി 2 പേരും കൂടെ അങ്ങോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നത്. 2 പേരോ 3 പേരോ കൊണ്ടൊക്കെ പോകും. പക്ഷേ ഇതിൽ വരാൻ സാധ്യത എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ എൽദോ നല്ലൊരു മെറ്റീരിയലാണ്, ബിഗ് ബോസിന് പറ്റിയ ഒരാളാണ്. ഈ സോനയും കുഴപ്പമില്ല, സോന നല്ലപോലെ സൗണ്ട് എടുക്കുന്നൊരു വ്യക്തിയാണ്, നല്ലപോലെ സൗണ്ട് എടുത്ത് കാര്യമില്ല. ശ്യാമും കുഴപ്പമില്ലാത്തൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഷാമോനും ഒരു ഇച്ചിരി നമുക്ക് ഷിജുവിൻ്റെ ഒക്കെ ഒരു കാറ്റഗറി പോലെ നമുക്ക് കൊടുക്കാം. കാര്യം ഒരു ഇതിൽ അങ്ങ് പോകുന്നൊരു വ്യക്തിയായിട്ട് നിന്നോളും. പിന്നെ നമ്മുടെ മറ്റേ രാകേഷ് ചേട്ടൻ സൂപ്പറായിരിക്കും വന്നു കഴിഞ്ഞാൽ. അങ്ങനെയൊക്കെ ഇവരൊക്കെ പോകും. പിന്നെ ഉള്ളത് ഈ ഷിജിനും ഷിജിൻലാലും ഈ ഇവരൊക്കെയാണ്. പൂജയും വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ആ പുള്ളിക്കാരി ലോലിറ്റയും വലിയ കുഴപ്പമില്ല. പിന്നെ ഷിബിനെയും വലിയ കുഴപ്പമില്ല. ഇത്രയും പേര് അതിനകത്ത് വലിയ കുഴപ്പമില്ലാത്ത. ബാക്കി അഭിയ പിന്നെ ഇവരൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത്രയും ഇനി നമുക്ക് അടുത്ത ദിവസത്തെ കൂടെ കണ്ടു കഴിയുമ്പോൾ അറിയാം. എങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക്, നിങ്ങൾക്ക് ആര് മത്സരാർത്ഥി ബിഗ് ബോസിൽ വരണം, അവരെ ഇനിയും ഞങ്ങൾക്ക് കാണണം എന്ന് നിങ്ങൾക്കുള്ളവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക. അപ്പം ഇന്നലെ മുതൽ വോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വൈകിട്ടത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ മുതൽ വോട്ടിങ്ങിൻ്റെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസം നിങ്ങൾക്ക് വോട്ട് ചെയ്ത് തുടങ്ങാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യുക. അല്ലാതെ അതിന് ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്തെടുക്കുക, അതിനകത്ത് വോട്ടിങ്ങിൻ്റെ ഇത് കാണാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്യുക. അപ്പം ഈ 12 പേരിൽ ആരെ നിങ്ങൾക്ക് ബിഗ് ബോസിലേക്ക് കൊണ്ടുവരണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരിക. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ
മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാതെ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഹൈപ്പും കൂടെ ഉണ്ടെങ്കിൽ ഹൈപ്പ് കാണും, തിങ്കളാഴ്ചയാണ്. ഹൈപ്പും കൂടെ തരിക കേട്ടോ. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.